ഇന്ന് നമുക്ക് ചിമ്മിനി ഡാം വരെ ഒന്ന് പോയി വന്നാലോ. റൈഡിങ് ഇഷ്ടമുള്ളവർക്കൊക്കെ പോകാൻ ഇഷ്ടമുള്ളൊരു പ്ലേസ് ആയിരിക്കും ചിമ്മിനി ഡാം. തൃശ്ശൂർ ജില്ലയിലെ പാലപ്പിള്ളിയിലുള്ള ഈ ഒരു ചിമ്മിനി ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോകാനായിട്ട് വീടിനടുത്ത് നിന്ന് എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ പോകാമെന്ന് ചോദിച്ചപ്പോഴേക്കും ചേട്ടാ വാ റെഡിയാവും പോവാം. നമ്മൾ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ റെയിൻകോട്ട് ഇട്ടിട്ടുണ്ട്. കാരണം ഇടയിലൊന്നും അങ്ങനെ ഒരു സ്പോട്ട് ഇല്ല നമ്മളിങ്ങനെ നനയാതെ നിന്ന് റെയിൻകോട്ടൊന്നും ഇടാനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് റെയിൻകോട്ടൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. 3 പേരും കൂടെ ബുള്ളറ്റിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ പോണ വഴിയിൽ നമ്മുടെ വന്യജീവി സങ്കേതത്തിൻ്റെ ബോർഡൊക്കെ കാണാനുണ്ട്. കാട്ടാനയുടെ ശല്യമുള്ളതുകൊണ്ട് തന്നെ കരുതിയിരുന്ന് വേണം നമ്മൾ പോകാനായിട്ട്. ബട്ട് എക്സ്പീരിയൻസ് ചെയ്യാത്തവർ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട നല്ലൊരു പ്ലേസാണ് ചിമ്മിനി യാത്ര. കാരണം പോകുന്ന വഴിയിലാണെങ്കിലും കാണുന്ന കാഴ്ചകളെല്ലാം കണ്ണിന് കുളിർമയേകുന്നതാണ്. ഏക്കർ കണക്കിന് വിശാലമായി കിടക്കുന്ന റബ്ബറും തോട്ടങ്ങളുടെ ഇടയിലൂടെ തീരെ തിരക്കില്ലാത്ത ഒരു റോഡിലൂടെ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ തന്നെ രസകരമാണ്. കാണാൻ കാഴ്ചയുള്ള തോടുകളും കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ വലിയ വലിയ മരങ്ങളും നമുക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ല നല്ല പ്ലേസുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നിർത്തി വേണമെങ്കിൽ പോവാം. നമ്മൾ മഴ എപ്പോൾ പെയ്യുമെന്ന് കാത്തിരുന്നിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലക്ഷ്യം ചിമ്മിനി ആയതുകൊണ്ട് നേരെ അങ്ങോട്ട് വിടുകയാണ്. ഈ പോകുന്ന വഴിയിൽ തന്നെയാണ് ഈ അടുത്ത് വൈറലായിട്ടുള്ള നമ്മുടെ ഗ്രൗണ്ട് ഉള്ളത്. അത് നമുക്ക് പോണ വഴിയിൽ കാണാനായിട്ട് പറ്റും. ഈ പോകുന്ന വഴിയിൽ തന്നെ 2 or 3 ആട്ടുപാലങ്ങൾ കൂടി ഉണ്ട്. അതും അവിടെ ഇതിന് മുന്നേ ഞാൻ പോയിട്ടുള്ള കാരണം അങ്ങോട്ടൊന്നും പോകാതെ നമ്മൾ നേരെ പോയത് ചിമ്മിനിയിലേക്ക് തന്നെയാണ്. ചിമ്മിനിയിൽ ഒരു ഷട്ടർ തുറന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് കാണാനായിട്ട് പോകുന്നത്. പക്ഷെ അവിടെ എത്തുമ്പോഴാണ് ഷട്ടർ അല്ല തുറന്നത്, അതിൻ്റെ തൊട്ടടുത്ത് വേറൊരു കുഞ്ഞ് ഷട്ടറാണ് തുറന്നതെന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ ആ കാഴ്ച കാണാനുള്ള ഇൻട്രസ്റ്റിലാണ് വേഗം പോകുന്നത്. പോകുന്ന വഴിയിൽ ഈ കാണുന്നത് സൈഡിൽ 2 സൈഡിലും പയറുവള്ളികൾ ഇങ്ങനെ പടർന്ന് കിടക്കുന്നതാണ്. അതിൻ്റെ ഇടയിലായിട്ട് ഇപ്പോൾ റബ്ബറും തൈകൾ വലുതായി വന്നിട്ടുണ്ട്. പണ്ട് ഇത് കാണാൻ ഒന്നുകൂടെ ഭംഗിയായിരുന്നു. റബ്ബറും തൈകൾ ഇപ്പോൾ വലുതായപ്പോൾ ആ ഷോ അങ്ങോട്ട് പോയി. ചിമ്മിനി എത്താറാവുമ്പോൾ ഇങ്ങനെ എസ്റ്റേറ്റുകളിൽ പണിയെടുക്കുന്ന ആൾക്കാരുടെ വീടുകളൊക്കെ കാണാനും അടുപ്പിച്ചടുപ്പിച്ച് കുറേ വീടുകളുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ എത്താറായിട്ടുണ്ട്. ഇനി നമ്മൾ എത്തുന്നത് ഇച്ചിപ്പാറ എന്നുള്ളൊരു സ്ഥലത്തേക്കാണ്. അവിടെ നിന്നും ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ചിമ്മിനിയിലേക്കുള്ള വഴിയായി, ചിമ്മിനി ഡാമിലേക്കായി. അവിടെ എൻട്രൻസ് ആണ് പിന്നെ കാണുന്നത്. അങ്ങനെ നമ്മൾ ഇച്ചിപ്പാറ എത്തിയിട്ടുണ്ട്. ഇനി എൻട്രൻസിൽ നിന്ന് നമ്മൾ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വേണം ഉള്ളിലേക്ക് പോകാനായിട്ട്. അവിടെ ഫോറസ്റ്റുകാരുടെ ഓഫീസുണ്ട്. അവിടെ ചെന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് ഉള്ളിലേക്ക് കയറുക. അപ്പോൾ ടിക്കറ്റ് എടുക്കാനായിട്ട് ഞാൻ പോയി. അപ്പോൾ ഏത് വണ്ടിയാണ് നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നതെന്നുണ്ടെങ്കിൽ വണ്ടി നമ്പറും നമ്മൾ അഡ്രസ്സ് അവിടെ എഴുതി കൊടുത്തതിന് ശേഷം ടിക്കറ്റ് എടുക്കണം. ഞാൻ അപ്പോൾ അതേ അഡ്രസ്സ് എഴുതാണ്. സ്റ്റുഡൻസിന് 35 രൂപയും പിന്നെ വിസിറ്റേഴ്സിന് 40 രൂപയും പോരാത്തതിന് നമ്മുടെ 10 രൂപ എക്സ്ട്രാ 2 വീലേഴ്സിനും കൊടുക്കണം. 3 വീലറിനും 10 രൂപ തന്നെയാണ്. അങ്ങനെ നമ്മുടെ ഫോറസ്റ്റ് ഓഫീസൊക്കെ കഴിഞ്ഞ് നമ്മളിതേ വീണ്ടും ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തു. ആ പോണ വഴിയിൽ ഫോറസ്റ്റ് ഓഫീസ്, പഴയ ഫോറസ്റ്റ് ഓഫീസും വീഴാറായ കെട്ടിടങ്ങളൊക്കെ കാണാം. അങ്ങനെ നമ്മൾ എൻട്രൻസിൻ്റെ അവിടെ എത്താറായി. അപ്പോൾ 2 വഴിയായിട്ട് കാണാം. താഴേക്കുള്ള വഴി പോകുന്നത് ചിമ്മിനി ഡാമിൻ്റെ വെള്ളം ചാടുന്ന ഭാഗത്തേക്കാണ്. നമ്മൾ മുകളിലേക്ക് എക്കോ ഡാമിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മളത് അവിടെ എത്തിയിട്ടുണ്ട്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഡാമിൻ്റെ മുകളിൽ വശത്തിലേക്കാണ് നമ്മൾ ആദ്യം പോയത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് അങ്ങോട്ടേക്ക് കയറാൻ പറ്റിയില്ല. അപ്പോൾ വഴിയൊക്കെ ആകെ ചിളിപിളിയാണ്. എന്നാലും നമ്മളൊന്ന് പോയി നോക്കുകയാണ്. അവിടെ കാണാനുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ കാണുന്നതിലും മനോഹരമായിട്ട് എനിക്ക് തോന്നി. കാരണം കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞാൻ താഴെ കൊട്ടവഞ്ചിയിലാണ് കയറിയത്. ആ ഒരു കയറലോട് കൂടി എനിക്ക് മതിയായി. ഇനി മേലാക്ക് ഞാൻ കൊട്ടവഞ്ചി കയറില്ല എനിക്ക് അതോടുകൂടി ഞാൻ ഉറപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞാൻ അതിന് വേണ്ടിയിട്ട് പറഞ്ഞുമില്ല, പോകണമെന്നേ പറഞ്ഞിട്ടില്ല. താഴെ ജസ്റ്റ് ഒന്ന് പോയി അപ്പം തന്നെ കയറി വന്നു. ഇപ്രാവശ്യം ഞാൻ മുകളിൽ ഡാമിൻ്റെ അറ്റത്തേക്കാണ് പോകുന്നത്. കുറച്ചധികം നടക്കാനുണ്ട്. അങ്ങനെ പോകുന്ന വഴിയിൽ ഇതിവിടെ കുറച്ച് പേര് കൊട്ടവഞ്ചിയിൽ കയറിയിട്ട് ഈ സംഭവമാണ്. ഇങ്ങനെ കറക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ തല കറങ്ങി ഒരു പരിവാവും. എനിക്കെന്തോ അത് പിടിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ കൊട്ടവഞ്ചി പ്രിഫർ ചെയ്യാഞ്ഞത് ഇപ്രാവശ്യം. അങ്ങനെ നല്ല നല്ല കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങനെ നമ്മൾ നടക്കുമായിരുന്നു ആ ഒരു പ്ലേസിലൂടെ. അങ്ങനെ അധികം തിരക്കോ റഫോ ഒന്നുമില്ല. മഴ ചെറുതായി ചാറ്റിലൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം വിസിറ്റേഴ്സ് കുറവായിരുന്നു. വാവെന്ന് തോന്നിക്കുന്ന കുറേ നല്ല പ്ലേസുകൾ ഇവിടെ നിന്ന് കാണാനായിട്ടുണ്ട്. ഡാമിൽ ഇങ്ങനെ വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത് ഇങ്ങനെ നീങ്ങും തോറും അത് ഭയങ്കര വൈഡായിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അങ്ങനെ മോൻ അവിടെ ഓടി നടന്ന് കാലൊക്കെ പൊട്ടിച്ചപ്പോൾ സമാധാനം കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കൈമ പിടിച്ചിട്ടാണ് നടത്തം. കുറച്ച് ഭാഗത്ത് മാത്രമേ ചെളി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങോട്ട് നല്ലൊരു പ്ലേസ് തന്നെയായിരുന്നു. താഴെ പോയി അതിൻ്റെ വിഷ്വൽ കാണാനായിട്ട് ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ടെങ്കിലും ഡാമിൻ്റെ ഈ എൻഡിലേക്ക് പോകാനായിട്ടുള്ള വിസിറ്റേഴ്സ് കുറവായിരുന്നു. കുറച്ച് ഇണക്കിളികൾ മാത്രം അവിടെ ഇവിടെ ഇരിക്കുന്നുണ്ടെന്നല്ലാതെ അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. താഴെയും വിസിറ്റേഴ്സ് ഉണ്ട്. താഴെ കൊട്ടവഞ്ചിയിൽ കയറാനൊക്കെ ആയിട്ട് കുറച്ചധികം ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ കൊട്ടവഞ്ചിയിലാണെങ്കിലും അക്കരെ വരെ കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് ആ വഞ്ചിക്കകത്ത് തന്നെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഒരു കൊട്ടവഞ്ചി അക്കരെ പോയിട്ട് തിരിച്ച് വരുന്നുണ്ട്.
ഫോട്ടോഷൂട്ടിനും വീഡിയോഗ്രാഫിക്കൊക്കെ പറ്റിയ നല്ലൊരു പ്ലേസാണ്. നല്ല വിഷ്വലി ട്രീറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ്. മോൾ വശത്തോ എനിക്ക് താഴേക്കാളും ഒന്നുകൂടി ഇഷ്ടമായത് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ കാണാനാണ്. ഇപ്പോൾ അത് മുകളിൽ നിന്ന് കാണുമ്പോഴുള്ള താഴെയായിട്ടൊരു മരമുണ്ട്, അതിൻ്റെ വിഷ്വലാണ് ഈ കാണുന്നത്. ഡാമിൻ്റെ എൻ്റെ എത്താനായിട്ട് ഇതാ അത്രയും കൂടെ നടക്കാനുണ്ട്. ഒരുപാട് നടന്നെത്തുമ്പോഴാണ് അവിടെ എത്തത്തുള്ളൂ. അതിന് ശേഷം വേണമെങ്കിൽ ആ സൈഡിലൂടെ ഇറങ്ങി താഴെ കൂടെ ഇപ്പോൾ കാണുന്ന വഴിയിലൂടെ വേണമെങ്കിൽ മുകളിലേക്ക് വരാം. ഞങ്ങളിത് സ്റ്റാർട്ടിങ് പോയിൻ്റ് എത്തിയിട്ടുള്ളൂ. ഇനി ഒരുപാട് നടക്കാനുണ്ട്. മേഘത്തിനെ മല ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ട്. ഇനി കോടമഞ്ഞും ചെറുതായിട്ട് പൊന്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മഴ ഇപ്പോൾ വേണമെങ്കിലും പെയ്യാമെന്നുള്ള സിറ്റുവേഷനിലാണ് നിന്നിരുന്നത്. പക്ഷെ മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ നടന്ന് പോകുന്ന വഴിയിൽ വിസിറ്റേഴ്സ് വന്നിട്ട് ചെരുപ്പൊക്കെ ഇങ്ങനെ കളഞ്ഞിട്ടൊക്കെ പോയിട്ടുണ്ട്. കാരണം അതുപോലെ ചെളിയാണ്, ചെളിയിൽ താഴ്ന്നു പോകും. അപ്പം ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചാടി കടന്നിട്ടാണ് ഉണ്ണീനും കൊണ്ട് പോകുന്നത്. അത്ര വരെ നടന്ന് നമ്മൾ ക്ഷീണിച്ച് വരുമ്പോൾ അവിടെ ബെഞ്ചുകളുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ ഇരുന്ന് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്തിട്ട് പോകാം. പിന്നെ അങ്ങ് അറ്റത്തെത്തുമ്പോഴാണ് മക്കളെ ഒന്നുമില്ല, ഡാമിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല എന്ന് അത്ര തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡ്. ഇത് ഞാൻ മുന്നേ റെസ്ട്രിക്ഷൻസ് കണ്ടെങ്കിലും അവിടെ ഉള്ള ഒരു ചേച്ചിയോട് ഞാൻ ചോദിച്ചു അവിടേക്ക് പോകാൻ പറ്റുമെന്ന്. അവിടെ വരെ പൊക്കോ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. ഞാൻ പ്രതീക്ഷിച്ചത് പീച്ചി ഡാമിൽ മുകളിൽ ഇതുപോലെ നമുക്ക് കയറി കാണാനായിട്ടുള്ള സൗകര്യമുണ്ട്, അപ്പം അതുപോലെ കാണാം എന്നുള്ള രീതിയിലാണ്, അതായത് വെള്ളം ചാടുന്നുണ്ടല്ലോ അപ്പം മുകളിൽ നിന്നുള്ള വ്യൂ കാണാം എന്നുള്ള രീതിയിലാണ് പോകുന്നതെങ്കിലും അവിടെ എത്തിയപ്പോൾ അങ്ങോട്ടേക്ക് അലോ ചെയ്യുന്നില്ല. അവിടെ എത്തിയപ്പോഴേക്കും മേഘമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്ന പോലെ തോന്നും. അതുപോലെയാണ് മൂടൽമഞ്ഞൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ മൂടൽമഞ്ഞ് ഇങ്ങനെ മുകളിലേക്ക് പൊന്തി വരുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ ആ വിഷ്വൽസൊക്കെ ഇങ്ങനെ കണ്ട് അവിടെ നിന്ന് തിരിച്ച് നടക്കുകയാണ് കേട്ടോ. ആ സൈഡിലൂടെ വഴിയുണ്ട് താഴെ കൂടെ കയറി വരാനായിട്ട്. അതേ പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. പണ്ടത്തെ ബോർഡും ഇതേ പുതിയ ബോർഡും രണ്ടും കണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. അവിടെ നിന്ന് നമ്മൾ തിരിച്ച് എൻട്രൻസിൻ്റെ അവിടേക്ക് തന്നെ നടക്കുകയാണ്. പെട്ടെന്ന് തന്നെ എത്തിയിട്ടോ, കാരണം അങ്ങോട്ട് പോകുമ്പോഴുള്ള ഇൻട്രസ്റ്റ് തിരിച്ചു വരുമ്പോൾ ഉണ്ടാവില്ലല്ലോ. ശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇനി താഴെ കൊട്ടവഞ്ചിയുടെ അവിടേക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയെന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ ഒരു ചായയൊക്കെ കുടിച്ചു. ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഗൂഗിൾ പേയിൽ കാശുണ്ടായിട്ട് കയ്യിൽ കാശെടുത്ത് വെക്കണം. ഇവിടെ വൈഫൈ ഉണ്ടെങ്കിലും ചിലവരുടെ ഫോണിലേക്ക് ഇത് കണക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കയ്യിൽ കാശുണ്ടെങ്കിൽ മാത്രമേ ചായ കുടിക്കാൻ കയറിയാൽ മതി. മൊബൈൽ ഡാറ്റ എന്തായാലും വർക്ക് ചെയ്യില്ല. അപ്പോൾ വൈഫൈ അവരുടെ അടുത്തുണ്ടെങ്കിലും അത് ചിലവരിലേക്ക് കണക്റ്റ് ആവണമുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് താഴേക്ക് ചുമ്മാ ജസ്റ്റ് ഒന്ന് ഇറങ്ങി അപ്പം തന്നെ അങ്ങോട്ട് കയറി പോന്നു. അവിടേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഉണ്ണിക്ക് വെള്ളത്തിലിറങ്ങണമെന്ന് പറയും, ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. തിരിച്ച് നമ്മൾ പോരുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ ഡാമിൽ നിന്ന് വെള്ളം ചാടുന്ന പോർഷൻസ് കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അതിനാണല്ലോ മെയിനായിട്ട് വന്നത്. അപ്പോൾ നമ്മൾ മുകളിൽ എൻട്രൻസിൻ്റെ അവിടേക്കാണ് ആദ്യം പോയത്. ഇപ്പോൾ നമ്മൾ താഴെ കൂടെയുള്ള വഴി കൂടെ താഴേക്ക് പോവാണ്. ഇതിലൂടെയും പോവാം, നേരത്തെ കണ്ട 2 വഴിയുണ്ട്, അതിലൂടെയും വേണമെങ്കിൽ പോവാം. അപ്പോൾ പോണ വഴിയിൽ കാണുന്നതാണ് ഈ മയിലിനെ. എന്നും കാണുന്നതുകൊണ്ട് വലിയ കൗതുകമൊന്നും എനിക്ക് തോന്നിയില്ല. താഴേക്കുള്ള വഴി ഇങ്ങനെ ചെന്ന് അവസാനിക്കുന്നത് ഒരു പാലത്തിൻ്റെ അടുത്തേക്കാണ്. ആ പാലത്തിൻ്റെ അവിടെ നിന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് ഡാം കാണാനായിട്ട് പറ്റും. സൈഡിൽ കൂടെ വഴിയുണ്ട്, അവിടെ ചെറിയൊരു പാർക്ക് പോലത്തെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. അവിടേക്ക് ചെന്നിരുന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ കാണാം. പക്ഷെ നല്ല ചാറ്റലടിക്കും. പിന്നെയും റെയിൻകോട്ട് ഇടണ്ടേന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ പോയില്ല, ആ സൈഡിലേക്ക് പോയിട്ടില്ല. നല്ല ചാറ്റലടിക്കുന്നുണ്ട്. അപ്പോൾ ഈ സൈഡ് വ്യൂ ആണ് നമുക്ക് വേണമെങ്കിൽ കയറി പോകാൻ പറ്റുക. അപ്പോൾ ഈ കാണുന്ന ഒരു പോർഷനാണ് ചെറിയൊരു ഷട്ടർ തുറന്നിട്ടുള്ളത്. മെയിൻ ഷട്ടറുകൾ ഇപ്പോഴും തുറന്നിട്ടില്ല. ഇവിടെ നിന്നിട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു വ്യൂ. മുകളിൽ കണ്ടതും നല്ല വ്യൂ എന്ന് തോന്നി. അത്രയും ഭംഗിയായിരുന്നു ആ വെള്ളം അങ്ങനെ ചാടുന്നത് കാണാനായിട്ട്. വെള്ളത്തിൻ്റെ ഫോഴ്സ് കാരണമാണ് നമ്മൾ നിൽക്കുന്നിടത്തേക്ക് വരെ അതിൻ്റെ ചാറ്റലടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ വിസിറ്റേഴ്സ് സൈഡിൽ ചെന്നിരുന്ന് കാഴ്ചകളൊക്കെ കാണുന്നുണ്ടായിരുന്നു. പാർക്ക് പോലെയുണ്ട്, അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആടുന്നൊക്കെ കാണാനായിട്ട് പറ്റും. നമ്മൾ വന്ന സമയത്ത് കുറേ പേര് കാറിലൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇങ്ങോട്ടേക്കാണ് ആദ്യം വന്നതെന്ന് തോന്നുന്നു. ഡാം തുറന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ആദ്യം വിസിറ്റ് ചെയ്യേണ്ടത് താഴെയുള്ള ഈ കാഴ്ച തന്നെയാണ്. അതിനുശേഷം മുകളിലേക്ക് പോകുന്നതായിരിക്കും ബെറ്റർ. ഈ ഒരു കാഴ്ച എപ്പോഴും കാണാൻ പറ്റുന്നതല്ലാത്ത കാരണമായിരിക്കാം ഇവിടെ നിന്ന് പോരാനായിട്ട് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. കാരണം അത്രയും ഭംഗിയായിരുന്നു. പത പോലെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് വളരെ നല്ലൊരു ദിവസം ഒന്ന് കടന്നുപോയി. മഴക്കാലമൊക്കെ ആവുകയാണെങ്കിൽ എല്ലാവരും വിസിറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസ് തന്നെയാണ് ചിമ്മിനി. അങ്ങനെ ഞങ്ങൾ റിട്ടേൺ വീട്ടിലേക്ക് പോരുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ബുള്ളറ്റ് യാത്ര അവിടെ അവസാനിക്കുകയാണ്. തിരിച്ചു വരുമ്പോൾ മഴ കിട്ടിയ കാരണം ഞങ്ങൾ പറന്നിട്ടാണ് വന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ, ശുഭം.